ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാനുള്ള സാധ്യത രാജ്യത്തുണ്ടാകുമെന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് ഡോക്ടർ BR അംബേദ്കറാണ്. അതും ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളിലാണ്. മതനിരപേക്ഷതയ്ക്ക് പകരം സങ്കുചിതത്വം നിറച്ച ഭരണകാലത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴാണ് വർഗീയതയെ വകവയ്ക്കാത്ത കേരളത്തിലുയർന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മതം പറഞ്ഞ ഗ്രൂപ്പുണ്ടാക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും നേളുവീണ് സമത്വമുണ്ടായ മണ്ണിലാണ് സങ്കുചിത ചിന്തയുടെ കൂട്ടായ്മയുണ്ടാക്കുന്നത്. വൈക്കം സത്യഗ്രഹവും ഗുരുവായൂർ സത്യഗ്രഹവും നടന്ന നാട്ടിലാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. നവോത്ഥാന പൈതൃകത്തിന്റെ ഊറ്റം കൊള്ളുന്ന കേരളത്തിലാണ് മല്ലു ഹിന്ദു എന്നൊരു പേരുണ്ടാകുന്നത്. എന്നിട്ടും എന്തിനാണ് ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടാൻ നേർപ്പിച്ച് ചാർജ് മെമ്മോ തയ്യാറാക്കിയത്? ചോദ്യം ഇതാണ്. മല്ലുവിൽ മയപ്പെട്ടു. ചർച്ചയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, വലത് നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, ഡോക്ടർ MN കാരശ്ശേരി, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്കാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ താങ്കളും അറിഞ്ഞല്ലോ. പോലീസ് റിപ്പോർട്ട് ഇതിൽ ഗോപാലകൃഷ്ണൻ വരുത്തിയിരിക്കുന്ന ഗുരുതരമായ പിഴവുകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ടാണ്. പക്ഷേ ഇപ്പോൾ ചാർജ് മെമ്മോ വരുമ്പോൾ അത് മയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചാർജ് മെമ്മോ ആണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതെന്തിൻ്റെ സൂചനയാണ്? ഏത് തലത്തിൽ നടന്നു എന്നാണ് മുസ്ലിം ലീഗ് സംശയിക്കുന്നത്? ഞാൻ ഇത് എന്തുകൊണ്ടിത് ചെയ്തു എന്നതിൻ്റെ റീസൺസ് നമ്മൾ വേറൊരു തരത്തിൽ അവലോകനം ചെയ്യണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഈ ചെയ്ത കുറ്റകൃത്യം, ഈ ചെയ്ത തെറ്റ്, അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഈ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ. ഇവരെന്താ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ഈ ഓൾ ഇന്ത്യ സർവീസസ് എന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡിയാണ്. അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായി. ആ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ആളുകൾ എത്രത്തോളം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ട ആളുകളാണ്. അവർ മല്ലു എന്ന വാക്ക്, ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്ന വാക്ക്, ഈ മതവും ദേശവും ഒക്കെ കൂട്ടിയിട്ടൊരു വിഭാഗീയത ഉണ്ടാക്കി ആളുകളെ വല്ലാത്ത തരത്തിൽ വേർതിരിക്കുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നിഷ്പക്ഷത ഉണ്ടാകുമെന്ന് ബോധ്യത്തോടു കൂടി ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അത്തരം ആളുകൾ ഇത്തരം കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ നടത്തുന്ന നടപടികൾ, ആക്ഷൻസ്, ഇനാക്ഷൻസ് ഒക്കെ വർഗീയവുമായും ദേശസംബന്ധവുമായി വ്യത്യാസപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മുടെ എല്ലാ റൂൾ ഓഫ് ലോയും തകർന്നു എന്ന് പറയേണ്ടി വരില്ലേ? അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം എന്ന് അനുവദിക്കുകയല്ലേ? അപ്പോൾ ഇതിനെ വളരെ ലൈറ്റായിട്ട് അവർ കാണുകയാണ്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയ രേഖകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അതിനകത്ത് വ്യക്തമാണ്. എങ്ങനെയാണ് ഫോണിൻ്റെ ഈ പറഞ്ഞ ടെലിഫോണിൽ നിന്ന് റിട്രീവ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സ്റ്റെപ്പ് നടത്തുക, ഒരു പരാതി കൊടുത്തിട്ട് മറ്റാരോ അത് ചെയ്തു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് പോലീസിനെ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ കബളിപ്പിക്കുക, എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ എന്തൊക്കെയോ കാര്യമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ അഭിഭാഷകനാണല്ലോ. മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് വാട്സാപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണോ? അതൊരു ക്രിമിനൽ കുറ്റമാകുന്നുണ്ടോ? മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ ക്രിമിനൽ കുറ്റത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതൊരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, അവരുടെ ഇടയിലെ മലയാളികൾ ഒരു ക്ലാസിഫിക്കേഷൻ, അവരുടെ ഇടയിലൊരു ക്ലാസിഫിക്കേഷൻ ഹിന്ദു എന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന ക്ലാസിഫിക്കേഷൻ. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ചർച്ച നടത്തുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ഈ ഓഫീസേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പിൽ ഒരു ചർച്ച നടത്തുന്നത്? ആ ചർച്ചയുടെ പർപ്പസ് എന്തായിരിക്കും? അവരുടെ മുമ്പിൽ വരുന്ന എന്താണ്? IAS ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ വരുന്ന എന്താണ്? പ്രശ്നങ്ങളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഇടുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതായത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആണ്. ഭരണഘടനാപരമായ അവരുടെ ഉത്തരവാദിത്വം വ്യതിചരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ മനസ്സുകളിൽ കിടക്കുന്ന വർഗീയ വിഷമുണ്ടല്ലോ, അതിപ്പോൾ ഓഫീസേഴ്സ് മാത്രമല്ല, രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, ഉള്ളിൽ കിടക്കുന്ന ആ വർഗീയ വിഷമുണ്ടല്ലോ, അത് പല രൂപത്തിൽ പുറത്തു വരും.
ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ രൂപത്തിൽ പുറത്തു വരും. ചിലരുടെയൊക്കെ വിഷം വമിക്കുന്ന പ്രസംഗത്തിന്റെ രൂപത്തിൽ പുറത്തു വരും. അത് എന്തെങ്കിലും കിട്ടിയാൽ മതി, അങ്ങ് പ്രസംഗിച്ച് തള്ളുകയാണ്. വായി തോന്നുന്നത് ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ അതിനകത്തുണ്ടാക്കുന്ന വർഗീയമായ ചേരുതികൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുകയാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾ, അത് രാഷ്ട്രീയക്കാരായാലും ശരി, ഓഫീസർമാരായാലും ശരി, കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ, ഞാൻ പറയുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയവരാണ്. ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സും അത് തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്ത ആക്ടിവിറ്റി എന്താണെന്ന് അറിയണ്ടേ? ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അവരെ കാര്യങ്ങളൊക്കെ മാച്ചു കഴിഞ്ഞ ശേഷം ആ ഫോൺ നൽകുകയാണല്ലോ പോലീസിന്. അതുകൊണ്ട് തെളിവില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, പോലീസിന്റെ പക്കൽ ഈ തെളിവുകൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു, ആ തെളിവുകൾ കിട്ടാതായിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും തെളിവില്ല എന്ന് അവർ പറയുന്നു. അത് റിട്രീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഗൂഗിൾ അവരൊക്കെ പറയുന്നു. ഇനി ഫോറൻസിക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണോ നമ്മുടെ ഇവിടെ നടക്കുന്നത്? ഏതെല്ലാം റിട്രീവ് ചെയ്യാനുള്ള മെക്കാനിസം റിട്രീവ് ചെയ്യണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. ഇത് പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എക്സ്പെർട്സ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണത്. അത് പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ വന്നത് പ്രൊപ്പഗേറ്റ് ചെയ്തത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ല പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വൈകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യം കിട്ടില്ല എന്ന് വിളിച്ച് പറയുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയാണ് ഈ കേസിൽ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി? ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകണ്ടേ? ഗവൺമെന്റ് ഇത്തരം ആളുകളെ സ്പെയർ ചെയ്യാൻ പാടുണ്ടോ? ശ്രീ എം ജയചന്ദ്രൻ, അവിടെയാണ് സംശയം. സാങ്കേതികത്വം പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതൊരു കുറ്റമായി കാണാൻ പറ്റില്ല എന്ന സാങ്കേതികത്വം പറയാം. പക്ഷെ അതിലപ്പുറം അതിൽ നടന്നിരിക്കുന്ന ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ. ആദ്യം തന്നെ ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അത് വിവാദമാകുന്നു, ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ അതിൽ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ ഒരു മുസ്ലിം ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നു. അതും ചർച്ചയായി കഴിഞ്ഞു. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ചേർത്ത ഒരു ഉദ്യോഗസ്ഥ അത് പരാതിയായി നൽകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ വേഗം പോലീസിൻ്റെ അടുത്ത് പോയി കള്ളപ്പരാതി കൊടുക്കുന്നു. അവനവൻ ഉണ്ടാക്കിയ ഗ്രൂപ്പുകളാണ്, അവനവൻ ഫോണിൽ ചെയ്ത കാര്യങ്ങളാണ്, കള്ളപ്പരാതി കൊടുക്കുന്നു. എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന കള്ളപ്പരാതി കൊടുക്കുന്നു. എന്നിട്ട് ആ കള്ളപ്പരാതിയാണ് എന്ന് പോലീസിന് തെളിയുന്നുണ്ട്, അത് കള്ളപ്പരാതിയാണെന്ന്. ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് അന്വേഷണത്തിൽ, സാങ്കേതിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകിയ റിപ്പോർട്ടിനെയൊക്കെ ഇപ്പോൾ മയപ്പെടുത്തി പോലീസിനെ നൽകിയിരിക്കുന്ന വ്യാജ പരാതി, തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം, ഇതൊക്കെ മറച്ചുകൊണ്ടാണ് ഇപ്പോൾ മെമ്മോ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെന്തിൻ്റെ സൂചനയാണ് ശ്രീ എം ജയചന്ദ്രൻ? ഇതിൻ്റെ അകത്ത് സ്മൃതി, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ രേഖയായി ഇപ്പോൾ നിൽക്കുന്നത് ഏതാണ്? പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് തന്നെയാണ്. ആ ഫോറൻസിക് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നതെന്നോട് നമ്മൾ പരിശോധിക്കണ്ടേ? സ്വാഭാവികമായിട്ടും വേണ്ടേ? ആ ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയാണല്ലോ, ഈ ഉദ്യോഗസ്ഥന്റെ ഇതപര്യന്തമുള്ള നടപടികൾ തീർത്തും സംശയാസ്പദമാണ്, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല എന്ന് വ്യക്തമായി ആ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുകയാണ്. അവിടുത്തെ അവസാനിപ്പിക്കുന്നത് the officer itself, even after giving a complaint and before submitting the forms for forensic examination, is itself suspicious എന്ന് പറഞ്ഞാണ് ഫോറൻസിക് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. ഇനി അവിടുന്നാണ് തുടങ്ങുന്നത്, കേസിന്റെ മറ്റു പല പരിച്ഛേദങ്ങളിലേക്ക് അത് കടക്കുന്നത് അവിടുന്നാണ്. അതല്ലാതെ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് സമർത്ഥമായി ഇദ്ദേഹത്തെ ഒതുക്കത്തോടെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് വായിക്കുന്ന ആർക്കും അത് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുന്ന സംഗതിയുമാണ്. പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്തരത്തിലുള്ള ഹിന്ദു മല്ലു ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ്, ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ആരാണ് ഈ മനുഷ്യൻ എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ കേരളീയർ മതേതരമായി നിൽക്കുന്നവരാണല്ലോ. എല്ലാവർക്കും അവരവരുടേതായ മതത്തിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തവരും ഒക്കെ ഉള്ള നാടാണിത്. പക്ഷെ ഇങ്ങനൊരു ഒരു സീനിയർ ബ്യൂറോക്രാറ്റ് ഈ തരത്തിൽ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനോട് ആദ്യം ഒന്ന് പ്രതികരിക്കുന്നത്
സ്വല്പം സ്തോഭത്തോടെ തന്നെയാണ് ഇങ്ങനെ അത് സംഭവിച്ചു പോയല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നീടാണ് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നതും നമ്മൾ അറിയുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ. അങ്ങനെയാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നത്. അന്വേഷിക്കുമ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ ഈ ഇങ്ങനെ ജാതിപരമായി മതപരമായി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലിങ്ങനെ നിർവൃതി കൊള്ളുന്ന രീതിയിലാണ് കുറച്ച് സമയങ്ങളായി ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ വരുന്നത്. ഇപ്പോൾ 31 ഒക്ടോബർ, പിന്നെ നവംബർ ഫസ്റ്റ് വീക്ക്, അതിലെ ചില ദിവസങ്ങൾ 4-5 ദിവസം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ അത് മാത്രമല്ല, ഇയാളുടെ കുറച്ച് പുറകോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം. അതൊക്കെ ഇനി കോടതി വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഏതായാലും ഒട്ടും ഈ തൃപ്തികരമെന്ന് പറയാണ്ട് ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലുള്ള ഇടപെടലാണ് ഈ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. ഇത് വെച്ച് കളിക്കുന്നത് മനസ്സിൽ ഈ ഒരു സംഖ്യബോധം ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ കാണുന്നത്. അങ്ങനെയാണ്. അല്ല, ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ചാർജ് മെമ്മോയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ എം ജയേന്ദ്രൻ? ഈ ചാർജ് മെമ്മോയിൽ പോലീസിനെ കബളിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചാർജ് മെമ്മോയാണ്. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. സംസാരിച്ചത് അതെന്തുകൊണ്ട് ഒഴിവാക്കപ്പെടുന്നു എന്നാണ് ചോദ്യം. കാണുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ അതാ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആധാരമാക്കണമെന്ന് ഞാൻ കരുതുന്ന ഈ ചർച്ചയിൽ ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ശേഷമാണല്ലോ ഈ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ ലഭിച്ചതിന് ശേഷമാണല്ലോ ഈ ചാർജ് മെമ്മോ കൊടുക്കുന്നത്. ചീഫ് സെക്രട്ടറി ഈ ഉദ്യോഗസ്ഥന്, IAS ഉദ്യോഗസ്ഥന് ചാർജ് മെമ്മോ കൊടുക്കുന്നു, അതിന്മേൽ ഉള്ള മറുപടി കിട്ടുന്നു. എന്താണ് ഇനിയുള്ള? ഇപ്പോൾ സസ്പെൻഷനിലാണല്ലോ, അതിലപ്പുറം എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഗുരുതരമായ ഒരു കാര്യം ചെയ്തു എന്ന ഒരു ബോധ്യത്തിലേക്ക് സർക്കാർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. സർക്കാർ കൃത്യമായ ബോധ്യത്തിൽ എത്തിയോണ്ടാണല്ലോ ഇക്കാര്യത്തിൽ സസ്പെൻഷൻ ആദ്യം തന്നെ ഉണ്ടായത്. അതല്ലെന്ന് പിന്നെ താങ്കൾ പറയുമോ? ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് പിന്നെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ആദ്യം നമ്മൾ നന്നായിട്ട് പ്രഷർ ചെയ്തത് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. അവസാനം സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തു. ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് ആധാരമായിട്ട് മറ്റൊരു സാധനം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ചാർജ് ഷീറ്റ് കൊണ്ട് തുടങ്ങുന്നില്ല, അവസാനിക്കുന്നില്ലല്ലോ. ഇത് തുടങ്ങുകയാണല്ലോ ഇയാളുടെ പേരുള്ള കേസ് എന്ന് പറയുന്നത്. ആ കേസിന് എവിടം വരെ എത്തും നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇവർക്ക് പോകാൻ കഴിയുന്ന മറ്റൊരു വഴിയും കൂടെ ഉണ്ടല്ലോ, CIT എന്ന് പറഞ്ഞ്. അതുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകുമായിരിക്കും. അപ്പോഴൊക്കെ ആധാരമാവുന്ന ഇനി ഏതാണ്? ഈ ചാർജ് ഷീറ്റാണോ ആധാരമാവുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഫ്രെയിം വർക്കാണ്, ഓക്കെ. പക്ഷെ അതിനെ ബേസ് ചെയ്ത് ഒരു പിന്നെ DGP നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ഒരു അന്വേഷണം വേറെയും ഉണ്ട്. ഇത് രണ്ടും ആ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നു. അത് അവഗണിച്ചുകൊണ്ട് ചാർജ് ഷീറ്റിനെ മാത്രം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ചാർജ് ഷീറ്റ് അവിടെ എന്തുകൊണ്ട് ചാർജ് ഷീറ്റ്? ഓക്കെ, ആ ചോദ്യം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒപ്പം തന്നെ സംശയം വരുന്നത് പുറമേ നിന്നും, അതായത് ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ കൊല്ലം DCCയിൽ നിന്നും ഒരു പരാതി പോയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനം DCC സെക്രട്ടറിയുടെ ഒരു പരാതി പോയിരുന്നു. പക്ഷെ ആ പരാതി പരിഗണിക്കാനാവില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. കാരണം ഇത് IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരാൾ നൽകിയ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ എന്നാണ് ആദ്യം പോലീസ് നിലപാടെടുത്തിരുന്നത്. അല്ല, അതിനൊക്കെ അവരുടേതായിട്ടുള്ള നിയമപരമായ എന്തെങ്കിലും ഫ്രെയിം വർക്കുകളോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസോ ഒക്കെ ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ അന്വേഷിക്കാത്ത കാര്യമാണ്. അത് അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിലായിരിക്കണമെന്നില്ല ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഫംഗ്ഷനിങ് എന്നേ കരുതാൻ കഴിയൂ. അല്ലാതെ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മുഹമ്മദ് ഷൈഖ് അറിയാമെങ്കിൽ അദ്ദേഹം പറയട്ടെ. എനിക്കതിനെ സംബന്ധിച്ച് സ്മൃതി അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ. അങ്ങനെ എന്താണ് അത്തരത്തിൽ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഇടപെടാൻ കഴിയുമോ എന്നുള്ള കാര്യം സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം പറയട്ടെ. അതല്ല, ഇതൊക്കെ ഈ സംശയം വരാൻ കാരണം എന്താണെന്നുള്ള കാര്യം ശ്രീ ജയേന്ദ്രൻ അറിയാം. ഇപ്പോൾ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണം, രാഷ്ട്രീയ മറുപടി ഇന്ന് വരെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ഈ പോലീസിൽ വലിയ രീതിയിൽ RSS പിടിമുറുക്കുന്നു എന്നുള്ളത് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയുന്നത്. ഈ ഉദ്യോഗസ്ഥനാകട്ടെ തനിക്ക് മേലിൽ നിന്നൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു എന്ന് പല ഉദ്യോഗസ്ഥരോടും പറഞ്ഞതായിട്ടുള്ള വാർത്തയുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ഞാനിത് പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് എന്ന വാർത്തകളുമുണ്ട്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ആ ഗൗരവത്തിന് അതിൽ കണ്ടു എന്ന് തന്നെയാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ?
അല്ല, അത് തീർച്ചയായിട്ടും അതെ. ഇതിനകത്ത് ഈ പറയുന്ന ഒരു കാര്യത്തിലൊരു വിയോജിപ്പുള്ളത് എന്താണെന്നറിയാമോ? ഈ RSS വൽക്കരണം IPS-ലും IAS-ലും എന്നൊക്കെയുള്ളത് ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കാത്ത ഒരാളാണ്. കാരണം ഇത് യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്ന RSS അല്ല, BJP നയിക്കുന്ന ഒരു മുന്നണിയാണ്. സ്വാഭാവികമായും ദേശീയ ഗവൺമെന്റ് ഏത് മുന്നണിയാണോ നയിക്കുന്നത്, അല്ലെ ഏത് പാർട്ടിയാണോ നയിക്കുന്നത്, അവരോടുള്ള ചായ്വ് സ്വാഭാവികമായും കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകും എന്നുള്ളത് 2014 മുതൽ 2024 വരെയുള്ള പുതിയ കാര്യമൊന്നുമല്ല. എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. അത് ആർക്കാണ് അറിയാത്തത്? ഒരു ലീനിയൻസ് അങ്ങോട്ടുണ്ട്. പക്ഷെ അത് ആന്റി സ്റ്റേറ്റ് ആകുമ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇത് ആന്റി സ്റ്റേറ്റ് ആവുന്നത് ഈ ഹിന്ദു മല്ലു ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോഴാണ് ആന്റി സ്റ്റേറ്റ്, ആന്റി സെക്യുലർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ആ ഘട്ടത്തിലാണ്. അല്ലാതെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ RSS വൽക്കരിച്ച് കേരളത്തിലാകപ്പാടെ RSS വേരോട്ടം ഉണ്ടാക്കി പടർത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. അത്തരം ലീനിയൻസ് ഈ നാഷണൽ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനോട് സ്വാഭാവികമായും കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളായി കാണിക്കാറുണ്ട്. ഏത് ഉദ്യോഗസ്ഥരാണ് ഇവിടെ കാണിക്കാത്തത്? എത്രയോ പേരുടെ പേരിൽ നമ്മൾ ഈ UPA ഗവൺമെന്റ് കാലത്ത് ചർച്ച ചെയ്തിരിക്കുന്ന എത്രയോ പേരുടെ പേരിൽ, പ്രത്യേകിച്ചും 2G സ്പെക്ട്രം കേസില്, കോമൺവെൽത്ത് അഴിമതി കേസില്, അങ്ങനെ എത്രയോ കേസുകളിലുണ്ട് സ്മൃതി. അതൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അത് ആ ലീനിയൻസ് ഓക്കെ, അതിന്റെ അപ്പുറത്തേക്കാണ് ഈ ഇൻവോൾവ്മെന്റ് വരുന്നത്. ഇത്തരത്തിലുള്ള ആന്റി സെക്യുലർ ആയിട്ടുള്ള, ആന്റി സ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ തുറന്നു കാണിക്കണം. അതാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ കാണിച്ചത്. അതിന് അയാൾക്ക് അധികാരമില്ല. അയാള് ഒരു ഉദ്യോഗസ്ഥനാകുന്നത് മതേതര ഇന്ത്യയുടെ കേന്ദ്ര സർവീസിന് ഉദ്യോഗസ്ഥനായിട്ടാണെന്നുള്ള ബോധം അയാൾക്കുണ്ടാവണം. അത് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ, നമ്മളെല്ലാവരും അടക്കം ഇത്തരം ചർച്ചകൾ നിശിതമായി പറയും. അതാണ് കാര്യം. ശരി, കേന്ദ്രത്തിൽ മറ്റെന്തെങ്കിലും പദവിയിലേക്ക് പോകാൻ ഇത് സഹായകമാകും എന്നുള്ള പ്രതീക്ഷയിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി താൻ ചെയ്തു എന്നുള്ള സൂചനകളാണ് ഗോപാലകൃഷ്ണൻ പലർക്കും നൽകിയിട്ടുള്ളത്. തനിക്കൊരു നിർദ്ദേശമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്നും പ്രതികരിച്ചിരിക്കുന്നു. ഇതിലൊക്കെ എന്താണ് അന്വേഷണം, ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മിഥുൻ വിജയകുമാറിലേക്കാണ്. മിഥുൻ, ഇപ്പോൾ ഈ ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഒക്ടോബർ 31-നാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, രാത്രി 9:35-ന്. പിന്നീട് അതിനകത്ത് തന്നെ എതിരഭിപ്രായങ്ങൾ വന്നപ്പോൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:28-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിലേക്ക് അദ്ദേഹം പോകുന്നത്. ഈ ഫോണുകൾ ഫോൺ പരിശോധിക്കണം, ഫോൺ ഹാക്ക് ചെയ്തു എന്നൊരു പരാതിയാണല്ലോ ഇദ്ദേഹം പോലീസിൽ നൽകിയത്. അപ്പോൾ ഫോൺ കൊണ്ടുവരാൻ പോലീസ് പറയുന്നു. ഫോൺ കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ഐഫോൺ ആണ് അദ്ദേഹം ആദ്യം സമർപ്പിക്കുന്നത്. അതിനുശേഷം ഈ ഫോണിൽ ഒന്നുമില്ലല്ലോ, ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഫോൺ തരൂ എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് 3 തവണ ഫോർമാറ്റ് ചെയ്ത, 3 തവണ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത ഫോൺ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കള്ളത്തരം തെളിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് പ്രവർത്തിക്കണം, ശ്രീ മിഥുൻ വിജയകുമാർ? അതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഇന്റന്റ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നത് ശരിയാണ്, പക്ഷെ എന്തുകൊണ്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന കാര്യം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഇവിടെ വനിതാ ഉദ്യോഗസ്ഥ പരാതിപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തിനാണ് ഈ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഐ ഹാവ് ബീൻ ടോൾഡ് ടു ഡു സോ. ആരോ അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോലീസ് മെറ്റാ പ്ലാറ്റ്ഫോംസുമായിട്ട് ഒരു വിശദീകരണം തേടിയപ്പോൾ അതിൽ മെറ്റാ പ്ലാറ്റ്ഫോംസ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് ആക്സസ് ചെയ്യപ്പെട്ടത് ഒരു സാംസങ് ഡിവൈസിലാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു IP അഡ്രസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു ഫോളോ അപ്പ് റിക്വസ്റ്റ് വാട്സാപ്പിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിലും പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ്, അദ്ദേഹത്തിന്റെ കറന്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ വാട്സാപ്പിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും വാട്സാപ്പിന് അതിൽ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ റിമോട്ട് ആക്സസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു റിക്വസ്റ്റ് ഗൂഗിളിന് കൊടുത്തിരുന്നു. അതായത് ഒക്ടോബർ 31 ഈ പറയുന്ന ദിവസം തന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റിമോട്ട് ആക്സസ് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു റിക്വസ്റ്റ് അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൂഗിളിലേക്ക്. പക്ഷെ അവിടെയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗൂഗിളിനും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. റിമോട്ട് ആക്സസ് നടന്നിട്ടില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ആക്ച്വലി. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഇല്ല, നടന്നിട്ടില്ല, അതൊരു ഫാക്ട് ആണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് ഫാക്ടറി റീസെറ്റ് ആണ്. ഈ ഫാക്ടറി റീസെറ്റ് അദ്ദേഹം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് ഫാക്ടറി റീസെറ്റ് നടത്തിയെന്നാണ്. പക്ഷെ ഫാക്ടറി റീസെറ്റ് ആണ് ഇവിടെ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ചാർജ് മെമ്മോ എടുത്ത് നോക്കുകയാണെങ്കിൽ ചാർജ് മെമ്മോയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ചുള്ള റെഫറൻസസ്, പോലീസിനെ കബളിപ്പിക്കാൻ നോക്കിയ അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഈ ഫാക്ടറി റീസെറ്റ് എന്തുകൊണ്ട് ചെയ്തു, പോലീസിനെ ഈ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഡിലേ, ഇതിനെക്കുറിച്ചുള്ള റെഫറൻസസ് ഒന്നും ചാർജ് മെമ്മോയിൽ വന്നിട്ടില്ല.
അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്രയൊരു സോഫ്റ്റ് അപ്രോച്ച് അദ്ദേഹത്തിന് നേരെ എന്നൊരു ചോദ്യം അവിടെ ചാർജ് മെമ്മോ അല്ലല്ലോ, ചാർജ് മെമ്മോ പോലീസ് അല്ലല്ലോ നൽകുന്നത്. അല്ല ചാർജ് മെമ്മോയിലെ ഞാൻ പറഞ്ഞു പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച കാര്യം. ചാർജ് മെമ്മോയില് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച കാര്യത്തെക്കുറിച്ച് വലിയ ഒരു സ്ട്രോങ് റെഫറൻസ് അല്ല, ഒരു സോഫ്റ്റ് റെഫറൻസ് ആണ് അതിലുള്ളത്. അപ്പം ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു എന്നതിനെ കുറിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ വളരെ ക്ലിയർ ആയിട്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, ഒരു ഇതിനകത്തുള്ള ബ്യൂറോക്രസിക്ക് ഉള്ളിലുള്ള വലിയ വലിയ താപ്പാനകൾ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതും അദ്ദേഹത്തിന്റെ കണക്ഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധത്തെ കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സിവിൽ സർവീസസിന്റെ സാങ്ക്ടിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് പബ്ലിക് വെൽഫെയറിന്റെ ചുമതലയുള്ള ആളുകൾ ഇതുപോലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഡൈവേർഷണറി ടാക്ടിക്സ് ഒക്കെ നടത്തുകയും എന്നിട്ട് പോലീസിനെ കബളിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്നുള്ള ഒരു വലിയ ചോദ്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിനകത്ത് തന്നെ ഇവർക്ക് പല ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു പവർ സെന്റർ ഉണ്ട്. ആ പവർ സെന്ററുമായി കേന്ദ്രീകരിച്ചാണ് ഈ പറഞ്ഞ പല ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റീസിൽ ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അവരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസറെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക ബ്യൂറോക്രാറ്റിക് സിസ്റ്റം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെ പൊളിച്ചെഴുതാം എന്ന് നോക്കണം. അല്ലാതെ ഈ ഒരു പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഇദ്ദേഹം ചെയ്തൊരു കാര്യം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും, കൂടുതൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റും, അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അതല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അതെ. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു റാഷണൽ ലീഗൽ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ പക്ഷെ ഇവിടെ കേരളത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു രീതിയിൽ എന്താ പറയുക, ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അതിന് ഒരു എക്സംപ്ലറി ആക്ഷൻ ആണ് ശരിക്കും വേണ്ടത്. കാരണം നാളെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ തയ്യാറാവരുത്. ഇതിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് N പ്രശാന്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം. അതാണ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ടൊക്കെ പുറത്തു വന്നത്. അതാണല്ലോ ഈ സംഘർഷങ്ങളുടെ IAS പോരിന്റെ തുടക്കം. ആ പ്രതികരണം നടത്തുന്നു, അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ N പ്രശാന്തിനെതിരെയും നടപടി വരുന്നു. അപ്പോൾ രണ്ടും സമീകരിക്കുകയാണ്. രണ്ട് ഉദ്യോഗസ്ഥരെയും തെറ്റ് ചെയ്തു, രണ്ടു പേർക്കും ഒരേപോലെ പിഴവ് പറ്റി, ഒരേപോലെ സസ്പെൻഷൻ, ഒരേപോലെ ചാർജ് മെമ്മോ എന്ന രൂപത്തിൽ കാണുന്നു. ഈ രണ്ടും ഒരേ തുല്യ രീതിയിൽ കാണാവുന്ന വിഷയങ്ങളാണോ മിഥുൻ? നമുക്ക് പ്രശാന്തിനെ സംബന്ധിച്ച് അവിടെ നടന്ന പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ഗ്രീവൻസ് അഡ്രസലിന് വേണ്ടി ഉപയോഗിച്ച പ്ലാറ്റ്ഫോമാണ് അവിടെ പ്രശ്നമായി പോയത്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിനെയും ഈ പറയുന്ന ഗോപാലകൃഷ്ണനെയും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ പ്രശാന്ത് അദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്ത രീതിയാണ് അവിടെ തെറ്റിപ്പോയത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇവിടെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ നേരിടുന്നതെങ്കിൽ ഗോപാലകൃഷ്ണൻ നേരിടുന്ന ആക്ഷൻ മറ്റൊരു രീതിയിലുള്ളതാണ്. അവിടെ ഒരു വർഗീയതയുടെ ആംഗിളിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് അതിന്റെ പേരിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ് ഗോപാലകൃഷ്ണൻ നേരിടുന്നത്. അപ്പൊ ഈ രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ശ്രീ പ്രശാന്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇവിടെ മാധ്യമങ്ങളും കുറച്ചുകൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നു. കാരണം പ്രശാന്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു പ്രത്യേക മാധ്യമത്തിൽ കോളംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ചും അദ്ദേഹത്തോട് ഒരു നേരം പോലും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പ്രശാന്തിന് നേരെ ഒരു റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് അതിലൊരു ഉദ്യോഗസ്ഥന് ഇൻവോൾവ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രശാന്തിന് നേരെ നടന്നത് യെസ്, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യേണ്ട ഒരു രീതി അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാറ്റ്ഫോംസ് വഴി, അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വഴി തന്നെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് അവിടെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല പ്രശാന്തിന് നേരെ വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ പ്രശാന്ത് ഉന്നതിയുടെ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കുമ്പോൾ അവിടെ കുറെ ഡോക്യുമെന്റ്സ് മിസ്സായി എന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം എന്താ വെച്ചാൽ മിനിസ്റ്റർ എല്ലാ രേഖകളും എന്താ പറയുക എഴുതി ഒപ്പിട്ട് വാങ്ങിയതാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. പിന്നീട് അത് ജയതിലകിന്റെ ഓഫീസ് കൈപ്പറ്റിയെന്നും രേഖയുണ്ട്. അപ്പം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് പിന്നീട് മിസ്സായെങ്കിൽ
അതിന് ഉത്തരവാദിത്തം പ്രശാന്തിനല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ എഴുതുമ്പം അതിൽ പ്രശാന്തിന് എപ്പോഴെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മിസ്സായിട്ടില്ല എന്നും അത് പ്രതികാര മനോഭാവത്തോടു കൂടി ചെയ്തതാണ് എന്നും പിന്നീട് തെളിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പുറത്തേക്ക് എത്തിച്ചു എന്നുള്ളിടത്താണ് പ്രശാന്ത് കുറ്റക്കാരനാകുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. നോക്കൂ, ഒരു വർഗീയ നിലപാടോടുകൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നൊരു വിഷയം, മേലുദ്യോഗസ്ഥരെതിരെ പരസ്യമായി പ്രതികരിക്കുക എന്ന മറ്റൊരു വിഷയം, രണ്ടും തുല്യ രീതിയിൽ കാണാവുന്നതാണോ എന്നുള്ള ചോദ്യം മിഥുൻ. അല്ല, തീർച്ചയായും കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. കാരണം പ്രശാന്ത് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പ്രശാന്ത് ചെയ്യുന്നതിനെയും ഗോപാലകൃഷ്ണൻ ചെയ്തതിനെയും നമുക്ക് ഒരിക്കലും ഒരേ ത്രാസിൽ അളക്കാൻ പറ്റില്ല. കാരണം ഗോപാലകൃഷ്ണൻ ഇവിടെ വർഗീയതയുടെ ആംഗിളിലുള്ള ഒരു കാര്യം ചെയ്യാൻ നോക്കുന്നു. പ്രശാന്ത് അവിടെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാറ്റ്ഫോംസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ശ്രമിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ ഇതിന് രണ്ടിനെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരി, ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇതിപ്പോൾ IAS ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരായി മാത്രം ഇതിനെ കാണാൻ പറ്റില്ലല്ലോ. ഈ വിഷയം എത്ര ഗൗരവത്തിലുള്ളതാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് പ്രശ്നമാകുമെന്ന് കണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. മുസ്ലിം ഗ്രൂപ്പ് എന്നൊരു മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കുറ്റം അതൊന്ന് നേർപ്പിച്ചു കൊണ്ടുള്ള ഒരു ചാർജ് മെമ്മോ നൽകുകയാണ്. അതെന്തിനു വേണ്ടിയായിരിക്കാം? അതിനുമേൽ സർക്കാരിന് അത്തരം സമ്മർദ്ദങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, പ്രശാന്തിൻ്റെ കേസും ഗോപാലകൃഷ്ണൻ്റെ കേസും ഒരിക്കലും ഒന്നിച്ചു കൂട്ടി പറയാനേ പറ്റില്ല. പ്രശാന്തിൻ്റെ കേസ് എന്ന് പറയുന്നത് അവരെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കുള്ളൊരു ചെറിയ ഒരു പക്ഷേ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, വല്ല ഈഗോ ഫൈറ്റോ അങ്ങനെ വേറെ വല്ലതൊക്കെ ആയിരിക്കാം. ഗോപാലകൃഷ്ണൻ്റെ അങ്ങനെയല്ല. അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം, നീതിയിലുള്ള വിശ്വാസം, ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നശിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചാർജ് മെമ്മോയിൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള എല്ലാ പണിയും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ കേസ് തുടങ്ങുന്നത് എവിടുന്നാണ്? അദ്ദേഹം ഒരു വ്യാജ പരാതി കൊടുക്കുന്നിടത്താണ്. ആ വ്യാജ പരാതി എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെന്താ പറഞ്ഞത്? അദ്ദേഹം ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ല, അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹാക്ക് ചെയ്തു എന്ന് വ്യാജ പരാതി കൊടുത്തതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞു കേട്ടു, എന്നോട് അങ്ങനെ ആരോ ആവശ്യപ്പെട്ടിട്ടാണ്. അത് നമുക്ക് അങ്ങനെ ആലോചിക്കാവുന്നതാണ്. കാരണം ഒന്നായിരിക്കാം, അത് നമുക്ക് തെളിവില്ല, പക്ഷെ നമുക്ക് സാഹചര്യം കൊണ്ട് ഊഹിക്കാവുന്ന ഒന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല, കാരണം അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള പണികളാണ് എടുക്കുന്നത്. അതിലിപ്പോൾ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇതിനു മുമ്പിൽ എത്രയോ ചെറുതാണ്. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ 1968 ഇവരുടെ IASകാരുടെ ചട്ടങ്ങളനുസരിച്ച് 3(1) അനുസരിച്ച് ഇത് വലിയൊരു ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാണ്. അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ ജനങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന മട്ടിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് വലിയ കുറ്റമാണ്. പക്ഷേ അവിടെയാണ് ഡോക്ടർ എം എൻ കാരശ്ശേരി, അതിൽ സാങ്കേതികമായി കിട്ടുന്ന ഒരു മറുപടി, ഞാൻ ഇതേ സംശയം ഉന്നയിച്ചപ്പോൾ അതിൽ സാങ്കേതികമായി പറയുന്നൊരു മറുപടി, മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാകില്ലല്ലോ, മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നൊരു കുറ്റമാകില്ലല്ലോ, അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ അതിൽ വർഗീയ സ്വഭാവമുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് അത് വേറൊരു ഗൗരവത്തിലേക്ക് നീങ്ങുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ താങ്കൾ പറയുന്ന രൂപത്തിലുള്ള ക്രിമിനൽ കേസ് എടുക്കാവുന്ന വിഷയമായി മാറുന്നത്. പക്ഷേ അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടില്ല, അത്തരം ചർച്ച നടത്താൻ ആരെയും കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അദ്ദേഹം അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കാം, പക്ഷെ പലരും അതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. അല്ല, അങ്ങനെ അതിന് ദുരുദ്ദേശമല്ലെങ്കിൽ എന്തിനാ അത് മായ്ച്ചു കളയുന്നത്? എന്തിനാണ് എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത്? അവിടെ നിന്നാൽ പോരെ. അപ്പോൾ മല്ലു ഹിന്ദു ഗ്രൂപ്പ് അതിനെന്താ തെറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ലല്ലോ. അത് ഞാൻ ചെയ്തതല്ല, അത് ഹാക്ക് ചെയ്ത് വേറെ ആരോ കുറ്റവാളികൾ ചെയ്തതാണ്, ഞാനതിൽ നിരപരാധിയാണ്, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. എല്ലാ പ്രവൃത്തി ഇൻറ്റൻറ്റ് എന്താണ്, ഉദ്ദേശം എന്താണെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാണല്ലോ. ഇപ്പോൾ മല്ലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മലയാളികളുടെ എന്നുള്ള അർത്ഥത്തിൽ
കുറച്ചൊക്കെ തമാശയായിട്ട് പരിഹാസമായിട്ട് ഒരു ലാഘവത്തിൽ പറയുന്നതാണ് മലയാളികൾ നടത്തൽ മല്ലൂസ് എന്ന് പറയും. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഗൗരവം കുറച്ചു. പിന്നെ ആൾ ഇന്ത്യ സർവീസാണ് IAS എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് മല്ലു, എന്ത് മലയാളി, എന്ത് ദക്ഷിണേന്ത്യ ഒന്നുമില്ലല്ലോ. അപ്പോൾ ജനങ്ങളെ, ഒരു ദേശീയതയുടെ പങ്കുകാരായ ജനങ്ങളെ, ഇന്ത്യൻ ജനതയെ മൊത്തത്തിൽ കാണേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സസ്പെൻഷൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അത് സാധാരണ ഇതിൽ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും, അലവൻസ് കിട്ടും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഗൗരവമായ കുറ്റകൃത്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്നാണ് സാമാന്യ ബുദ്ധി വെച്ച്, കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ പല തരത്തിലും നമ്മുടെ സാമൂഹ്യ മണ്ഡലം, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം, നമ്മുടെ ഒന്നും വേണ്ട നാട്ടുമ്പുറങ്ങളും നഗരങ്ങളുമൊക്കെ പല തരത്തിലുള്ള ചേരിതിരിവ്, ധ്രുവീകരണം, പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനൊരു സാധനം വരുന്നത്. അപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതിൽ ആളുകൾ അവരുടെ ഇടയ്ക്കുള്ള ആളുകൾ ചോദ്യം ചോദിക്കുന്നു. കാരണം അത് ഒരു അപകടം പിടിച്ച ഒരു കളിയാണ് എന്ന് അതിൽ കാരണം അവരൊക്കെ പണ്ഡിതന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്കറിയാമല്ലോ. അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹം അതിലെങ്ങനെ അബദ്ധം പറ്റിയെന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വ്യാജ പരാതി കൊടുക്കുന്നു, പിന്നെ പോലീസ് ടെലിഫോൺ ചോദിക്കുമ്പോൾ അത് 2 or 3 വട്ടം ഫോർമാറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കല്ലേ? അത് തെളിവ് നശിപ്പിക്കലാണ് എന്നുള്ള ക്രിമിനൽ കുറ്റമാണ് എന്ന് ഒരു IAS ഓഫീസർക്ക് അറിയാതിരിക്കുമോ? അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ. അപ്പോൾ അത് ഫോർമാറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ചെറിയ കാര്യമല്ല, തെളിവ് നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഹൈജാക്ക് ചെയ്തു എന്ന്, ഹൈജാക്ക് ചെയ്യാത്തൊരു കാര്യം ഹൈജാക്ക് ചെയ്തെന്ന് വ്യാജ പരാതി കൊടുക്കുക എന്ന് പിന്നെ പോലീസ് ചോദിക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത ഫോൺ കൊടുത്ത് പോലീസിനെ പരിഹസിക്കുക. അത് കഴിഞ്ഞ് പോലീസ് വീണ്ടും ചോദിക്കുമ്പോൾ 2 ദിവസം വൈകിട്ട് വേണ്ടത്ര ഫോർമാറ്റ് ചെയ്ത് എല്ലാ തെളിവും നശിപ്പിച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ കോൺട്രാക്ട് റൂൾസിന് എതിരാണെന്നാണ് എൻ്റെ പരിമിതമായ ധാരണ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ അറിയാം, ഇത്ര വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ്. ആ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് കേരള ഗവൺമെൻറ് വിചാരിക്കുന്നത് BJPയെ പ്രീതിപ്പെടുത്താനാവും എന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിലിപ്പോൾ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയാണോ ലീഗ് സംശയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ നടപടിയെ സംശയിക്കണ്ടേ? പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതിലാണ് മയപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും സർക്കാരിന്റെ ഒരു പിഴവായിട്ട് ലീഗ് കാണുന്നുണ്ടോ? സർക്കാരിൻ്റെ പിഴവ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിഴവ് എന്ന് പറയുന്നത് പോലീസിന് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇദ്ദേഹം ആരോ പറഞ്ഞിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തു എന്നിപ്പോൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇദ്ദേഹം ഈ ക്രിയേറ്റ് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു ഫാക്റ്റാണെങ്കിൽ കുറേ ആളുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. അതിൽ ആദ്യമായി ആഡ് ചെയ്ത ആൾക്ക് അതിനുശേഷം അയാൾ പുറത്തുനിന്ന് എക്സിറ്റ് ആയിട്ടില്ല എങ്കിൽ അതിനുശേഷം നടന്ന കോൺവെർസേഷനെ കുറിച്ച് ബോധ്യമുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഫോണിൽ മാത്രമല്ല മറ്റ് ഫോണുകളിലും ഇതുണ്ടായേക്കാം. അപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഫോണിൽ നിന്നും ഇത് റിട്രീവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകണമെന്ന് പറയല്ല. ഇൻവെസ്റ്റിഗേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് അയാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് കണ്ടെത്തണം. ഞാനിത് നിരുത്തരവാദിത്വപരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ആറ്റിറ്റ്യൂഡാണ്. നമുക്കെല്ലാം വിവിധ മതങ്ങളിൽ വിശ്വസിക്കാം, വിവിധ രാഷ്ട്രീയം നമുക്ക് പെർഫോം ചെയ്യാം. പക്ഷേ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായും മതവൽക്കരിക്കപ്പെട്ടെങ്കിൽ, മതഭ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശക്തമായ നടപടി വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ രാജ്യത്ത് വല്ലാത്ത തരത്തിലുള്ള ഒരു വിദ്വേഷത്തിൻ്റെ ഒരു പ്രചരണം നടക്കുകയാണ്. ആരൊക്കെ നടത്തുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും പ്രവൃത്തികളും ഒക്കെ പ്ലാൻഡ് ആണോ എന്ന് സംശയിക്കുകയാണ്. ഈ പല ആളുകളും പല സമയത്തും പറയുന്ന വാക്കുകളും പ്രസംഗങ്ങളും പ്രവൃത്തികളും ഒക്കെ വേറെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണോ എന്ന് സംശയിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, അത് ഞാൻ പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള ഭേദമൊന്നുമില്ല കേട്ടോ. അതിന് എല്ലാവരുടെ ഇടയിലും ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പണി നടക്കുന്നുണ്ട്.
അതിനുവേണ്ടി പ്രേരണ നടക്കുന്നുണ്ട്. ആ പ്രേരണയിലൂടെ നമ്മുടെ ഈ സമൂഹത്തെ, ഈ ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്ന പ്രവർത്തനമുണ്ട്. അത്തരം സാധനത്തെ നമ്മുടെ നാട് എന്താണ്? ഈ ഡൈവേഴ്സിറ്റി എല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമല്ലേ നമ്മുടേത്? എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ജീവിക്കുമെന്നല്ലേ ഗാന്ധി നമ്മൾ ആഗ്രഹിച്ചത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കണം? അങ്ങനെ ഒരു രാജ്യത്ത് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ചെയ്തപ്പോൾ അത് ലൈറ്റായിട്ട് ഗവൺമെൻറ് കാണുന്നുണ്ടെങ്കിൽ അത് പാടില്ല. കാരണം ഒരുപക്ഷെ യൂഷ്വൽ കോഴ്സിലൊരു ഡിസിപ്ലിൻ പ്രൊസീഡിങ്സിൻ്റെ സ്വഭാവത്തിൽ മാത്രം ഇതും കണ്ടോട്ടെ. നേരത്തെ പ്രശാന്തിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങ് കമ്പയർ ചെയ്ത് അങ്ങ് തട്ടിക്കളയാം എന്ന് വിചാരിച്ചത് അങ്ങനെ കമ്പയർ ചെയ്യാവുന്നതല്ല. അപകടകരമായ ഒരു പണി ഇതിനകത്ത്, ഈ സിസ്റ്റത്തിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അത് നമ്മുടെ വിദ്വേഷം പരത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ കലാപങ്ങളിലേക്ക് പോലും ലീഡ് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. നമ്മളൊക്കെ പലതരത്തിൽ ചർച്ച ചെയ്യുമ്പോഴും ഭീതിയോടുകൂടി കാണുകയാണ്. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? ഇയാൾ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇറക്കി? ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അയാൾ എഴുതി? സോഷ്യൽ മീഡിയയിൽ സംശയം തോന്നുകയാണ്. ഈ വ്യക്തി അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ കോൺസ്പിറസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടത്തണമെന്ന് ഞാൻ പറയുകയല്ല. ഞാൻ പറഞ്ഞത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ സിംഗിൾ ഫോണിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നില്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കാൻ വേണമെങ്കിൽ ആ സാധ്യതയുടെ ലിസ്റ്റിൽ നിന്നും ആ വാട്സപ്പുകൾ പരിശോധിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മെറ്റായിൽ നിന്ന് തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം, അല്ലെങ്കിൽ ഫോറൻസിക്കിൽ നിന്ന് റിട്രീവ് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. ഈ വ്യക്തി എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും നശിപ്പിക്കാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനെ പോയിക്കൂടെ? അങ്ങനെ പോകുന്നതിന് എന്തിനാ ഹെസിറ്റേഷൻ ഗവൺമെൻറ് കാണിക്കുന്നത്? എന്തിനാ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇയാൾ ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞു, ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ മതഭ്രാന്തിൻ്റെ വൈകൃതം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്തിയിട്ട് അയാളെ നമ്മുടെ ഇടയിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അത്രക്കാരം തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. സൂക്ഷിച്ചും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട ജോലി ഭരണപക്ഷത്ത് മാത്രമല്ല പ്രതിപക്ഷത്തിനും എല്ലാവർക്കും ഉണ്ട്. അത് നടത്തിയിട്ടില്ല എന്നതാണ് ഇതിനകത്തെ അപാകതയായിട്ട് ഞാൻ കാണുന്നത്. PM ജയേന്ദ്രൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ ഈ അന്വേഷണം ഈ ഗോപാലകൃഷ്ണന്റെ ഫോണുമായി ബന്ധപ്പെട്ട് മാത്രമായി ചുരുങ്ങുകയായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരുടെയൊക്കെ പേര് ചേർക്കപ്പെട്ടു എന്നതിലേക്ക് പോലീസ് നീങ്ങിയിട്ടേയില്ല. അത് ഫോർമാറ്റ് ചെയ്ത ഫോൺ നൽകി, അതിന് തെളിവില്ല. ഹാക്ക് ചെയ്യപ്പെട്ടോ, ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, അത് തെളിയിച്ചു. അതിലപ്പുറം അത് അദ്ദേഹത്തിന്റെ പരാതിയുമായിരുന്നു, അത് വ്യാജ പരാതിയായിരുന്നു. അതിലപ്പുറം മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് പോലീസ് ശ്രമിച്ചില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥ അതിന്റെ അപകടം മണത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുകയും അത് ഇന്റലിജൻസിൽ ഒരു പരാതിയായിട്ടല്ല, ഈ കാര്യം ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വഴിയിലേക്ക് കൂടി വേണമെങ്കിൽ പോലീസ് നീങ്ങാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യമില്ലേ ശ്രീ ജയേന്ദ്രൻ? അതിൽ ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ തന്നെ പോലീസിന്റെ ഇത് അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ തന്നെ പറയുന്നുണ്ട്, മെനി ഓഫീസേഴ്സ് ആൻഡ് നോൺ ഓഫീസേഴ്സ് വെയർ ആഡഡ് ടു ദിസ് ഗ്രൂപ്പ് എന്ന ഒരു വാചകം വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ ഈ ഇദ്ദേഹം ഗോപാലകൃഷ്ണൻ കാണിച്ച പ്രധാനപ്പെട്ട പണി എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് വ്യക്തമായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ഈ 3, 5, 6 നവംബർ മാസം ഫാക്ടറി റീസെറ്റ് ചെയ്തു. എങ്ങനെ? പോലീസിന് പരാതി കൊടുത്തിട്ടാണ് ഈ ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്നുള്ള കുറ്റം, അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോലീസിന് പ്രയാസമൊന്നുമില്ല. അതിന്റെ സൂചനകൾ മാത്രമേ അവരോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് തുടരന്വേഷണത്തിൽ ഇരിക്കുന്ന കാര്യമാണ്. ചാർജ് ഷീറ്റ് കൊടുക്കും. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ പറയാവുന്ന കാര്യങ്ങൾ പറയും. പിന്നെ കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തുടരന്വേഷണത്തിൽ ഇത്ര കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ആഡ് ചെയ്യണമെന്ന് വീണ്ടും കൊടുക്കാൻ കഴിയും. അതിനുള്ള സാധ്യതകളൊക്കെ തുറന്നു തന്നെ ഇട്ടിരിക്കുന്നത്. സ്മൃതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചല്ലോ, ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് BJPയോടുള്ള ഫേവറിറ്റിസം കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്ന്. അതൊക്കെ എത്രത്തോളം പിന്നെ ഈ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡയലോഗുകളാണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ ഇരുന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ഫേവറിറ്റിസമാണ് BJPക്കുള്ളത്? ഇത് തെളിയിക്കുക എന്നുള്ളത് ചെറിയ ചില്ലറ പണിയൊന്നും അല്ല ഇതിനകത്ത് എടുക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. റിട്രീവ് ചെയ്യാനൊക്കെ കഴിയും. അതൊന്നും പ്രശ്നമൊന്നും ഉള്ളതല്ല. ഇങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്താലും ശരി, മറ്റുള്ള ഈ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഓഫീസേഴ്സ് ആൻഡ് നോൺ ഓഫീസേഴ്സ് വെയർ ആഡഡ് ടു ദിസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് പോലീസിന്റെ കയ്യിലുണ്ട്. അത് വെച്ച് റിട്രീവ് ചെയ്യാൻ കഴിയുന്നതിനൊന്നും പ്രയാസമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് മുഴുവൻ ഫേവറിറ്റിസമാണ് BJPക്കുള്ളത്. ഇത് ഒരു കാര്യമല്ല. ഒരു കാര്യം ഇന്നിപ്പോൾ പറയാനൊട്ട് സമയമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലെ ഈ IAS
ഉദ്യോഗസ്ഥരിൽ ഒരുപാട് കളികൾ നടക്കുന്നതിന്റെ വസ്തുതകൾ ഉണ്ട്. അത് തന്നെ ഒരു ദിവസം ചർച്ച ചെയ്താൽ സ്മൃതി ഉണ്ട്, പറയാൻ ഒരുപാടുണ്ട്. ഇത് ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ടല്ലോ, അതിന് ചില മേധാവികളുണ്ട്. അതിലൊരു മേധാവി ചില സമുദായ നേതാക്കളെ മാസത്തിൽ 2 തവണ വീട്ടിൽ പോയി കണ്ടു കുമ്പിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത നിലയിൽ വിയർക്കുന്നവരാണ്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. വേറൊരു സീനിയർ IAS ഉദ്യോഗസ്ഥന് വേറെ തന്റെ സ്വന്തം വകുപ്പിൽ തന്നെ തന്റെ ഏക കുട്ടിക്ക് വേണ്ടി ഒരു ക്രഷ് അവിടെ ഉണ്ടാക്കിയ മഹാനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്കത് സാധിക്കുന്ന ഈ ഒരു അസോസിയേഷന്റെ ബലത്തിലൊക്കെയാണ്. പിന്നീട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ രാജ്ഭവന്റെ ഗോൾഫ് ക്ലബിന്റെ ഓപ്പോസിറ്റ് ഇവർക്കൊരു സ്ഥലമുണ്ട്, ഒരു ക്ലബുണ്ട്. അവിടെ എന്താണ് പരിപാടി? വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ തെളിവൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ പറയുകയാണ്, കള്ളുകൂടിയാണ് പരിപാടി, ലൈസൻസ് ഇല്ല. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണനെ സമീപിച്ചു. അദ്ദേഹം ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മാത്രം അത് കിട്ടിയില്ല. അല്ലെങ്കിൽ അത് കിട്ടിയേനെ ഇപ്പോഴത്തെ LDF കൺവീനർ. ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. പ്രശാന്തിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാതി പറയാൻ ഇടവില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല. എനിക്ക് അത് സംബന്ധിച്ചും പറയാൻ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന് സമയം തികയുന്നില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതല്ല, വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള നിലയിൽ ഈ VKN പണ്ട് പറഞ്ഞ പോലെ ഗ്ലോറിഫൈഡ് ക്ലർക്സ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അവര് ഈ പണിയൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഇത് ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഇതിനകത്ത് ഇത് പ്രത്യേകമായി മാറി നിൽക്കുന്ന ഒരു കേസാണ്. അതിനകത്താണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ കേരളത്തിൽ വന്ന് ഇത്തരം പണി വർഗീയതയുമായി ഡയറക്റ്റ് ബന്ധപ്പെടുന്ന തരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അത് വെറുതെ എന്തെങ്കിലും നിർദോഷമായിട്ടോ നിഷ്കളങ്കമായിട്ടോ ചെയ്യുന്നതല്ലല്ലോ, വളരെ തമിഴ്നാട് സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടാക്കുന്നത് ഏതാ? അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സ്മൃതി? ഗോപാലകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. അതെ തമിഴ്നാട് സ്വദേശിയാണ് ഗോപാലകൃഷ്ണൻ. അക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ തിരുവനന്തപുരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നത് മോശമാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുക, അദ്ദേഹത്തിന്റെ സമുദായം ചേർത്താണ് അദ്ദേഹത്തെ പറ്റി എന്നോടൊരു മറ്റൊരു സീനിയർ ഓഫീസർ സംസാരിച്ചത്. അതുവരെ ഉണ്ട്, അതിരിക്കട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ നിന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ നമുക്ക് ഏതാണ്ട് 250ഓളം IAS വേണം. പക്ഷെ നമുക്ക് 200-ൽ താഴെ IAS ഇപ്പം നിലവിൽ നമുക്കിവിടെ ഉള്ളൂ. അതിനൊരു ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചിലർക്കൊക്കെ 5-6 വകുപ്പൊക്കെ അല്ലേ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിലൊരു ഒരു ഒഴുക്കിൽപ്പെട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. ആ ഒഴുക്കിൽപ്പെട്ട് ഇത്തരക്കാർ ചെയ്യുന്ന തിന്മകൾ കൂടെ മറച്ചു വെക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഭാഗ്യവശാൽ കേരളത്തിന്റെ ഭാഗ്യം കൊണ്ട് അത് ഇപ്പോൾ തുറന്നു കിട്ടി. ഇന്ന പണി കാണിക്കുന്ന ഒരു സീനിയർ IAS ഓഫീസർ ഇവിടെ ഉണ്ട് എന്ന് തുറന്നു കിട്ടി. അത് പച്ചയ്ക്ക് പിടിക്കാനും പറ്റി. അതിന് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അതല്ലാതെ കാരശ്ശേരി മാഷ ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ BJP ഉള്ള ഫേവറിറ്റിസമാണ് എന്നൊക്കെ പറയുന്നത് വളരെ കടന്നുകയാണ്. ഒരാൾ ഇതിലിപ്പോൾ കൂടുതൽ എന്താണ് സംഭവിക്കാനുള്ളത്? ഈ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകണം. ചാർജ് മെമ്മോ എന്ന് പറയുന്നത് ഈ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു കുറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല, അറിയാതെ പറ്റിപ്പോയി എന്നൊരു ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുകയാണ്. അല്ലാന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് സ്മൃതി. ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല, ഞാൻ അങ്ങനെ ഇന്ന മെസ്സേജ് ഞാൻ പാസ് ചെയ്ത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നിട്ടില്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എളുപ്പം ഊരിപ്പോരാൻ കഴിയുന്ന കെണിയിലല്ല ശ്രീ ഗോപാലകൃഷ്ണൻ IAS വീണ് കിടക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അത്ര പെട്ടെന്ന് ഊരിപ്പോവുകയുമില്ല. വെറുതെ സസ്പെൻഷൻ കൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും, അതിനുശേഷമുള്ള സർക്കാരിന്റെ നിലപാട്, ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്, അറിയാനിരിക്കുന്ന കാര്യങ്ങൾ. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ M. ജയചന്ദ്രൻ, മിഥുൻ വിജയകുമാർ, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന് നിമിത്തം.